നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിവൈൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മുന്നേറിയ പ്രബോധനങ്ങളുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം. മറ്റൊരു ധ്യാനകേന്ദ്രത്തിലും ഇല്ലാത്ത തരത്തിൽ ഹൈന്ദവ പ്രബോധനങ്ങളിലേക്കും മുസ്ലിം പ്രബോധനങ്ങളിലേക്കും വിശ്വാസികളെ കൊണ്ടുപോകാനുള്ള ഗൂഢമായ നീക്കങ്ങൾ നടന്നത് വിസ്മരിക്കാവുന്നതല്ല. അവിടെയുള്ള പുരോഹിതർ അത് സപ്പോർട്ട് ചെയ്തു. അതിന് വരുംവരായികളോ വിപത്തുകളോ ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, ലത്തീൻ സഭയിലോ മലങ്കര സഭയിലോ സീറോ മലബാർ സഭയിലോ ഉള്ള ബൈബിൾ പണ്ഡിതന്മാർ, വലിയ പ്രബോധകർ, മെത്രാന്മാർ, KCBC കണ്ണുമടച്ചിരുന്നു എന്നുള്ളത് വളരെ കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. വളരെ വേദനയോടെ ഞാൻ പറയുകയാണ്. ഖുർആനിലേക്കും ഇസ്ലാമിലേക്കും നയിക്കാനും ഇസ്ലാം ചാരനായി ഒരുവനെ അയക്കാൻ, അങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെ നശിപ്പിക്കാനും ഇസ്ലാം അരൂപി ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെയേറെ ഫലമെടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ നശീകരണങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഹൈന്ദവ വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും നയിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവസ്തുതികളും ദൈവവചനവും മാത്രം ഉയർന്നിരുന്ന ഡിവൈൻ വേദിയിൽ ഉപനിഷത്തുകളിലേക്കും വേദങ്ങളിലേക്കും എല്ലാവരും ശ്രദ്ധ തിരിച്ചുവിട്ട് പ്രജാപതി എന്ന ഒരു അന്യദേവനെ ആരാധിക്കാൻ അവസരമൊരുക്കിയത് ആരാണ്? അത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. പ്രജാപതി എന്ന പേരിൽ എത്രയോ വീഡിയോകൾ വന്നിട്ടുണ്ട്, എത്രയോ കാസറ്റുകൾ, എത്രയോ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ക്രൈസ്തവരാണ് പാടിയതും ഇറക്കിയതും. അത് വിശ്വാസികളിൽ അലയടിച്ചപ്പോൾ ഏത് അരൂപിയാണ് അവരെ പ്രവർത്തിച്ചത്, അവരിൽ ആവസിച്ചത് എന്ന് ചിന്തിക്കണം. പ്രജാപതി കടലിന് മീതെ നടക്കുന്നവനായിരിക്കും, കയ്പ് നീര് കുടിക്കുന്നവനായിരിക്കും, മരത്തിൽ തറയ്ക്കപ്പെടുന്നവനായിരിക്കും എന്നൊക്കെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ പറയപ്പെട്ടു എന്നതിൽ പുളകമണിഞ്ഞ ചിലർ വിസ്മരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തങ്ങൾക്ക് പ്രസക്തി തോന്നിയ, തങ്ങൾക്ക് സ്വീകാര്യമായ ചില വാക്കുകൾ, വരികൾ മാത്രം കോട്ട് ചെയ്യുമ്പോൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ഈ പ്രജാപതിയുടെ നമുക്ക് അസ്വീകാര്യമായ വൃത്തികെട്ട അറുവഷളായ ജീവിതം ഉള്ള യഥാർത്ഥ ചരിത്രം അവിടെ നോക്കേണ്ടിയിരുന്നു. അക്കാര്യമൊന്നും വ്യക്തമായിരുന്നില്ലെങ്കിലും ഇത് നല്ല ലക്ഷണമല്ലെന്നും ഇത് തടയിടണമെന്നും പിതാക്കന്മാരോട് പറഞ്ഞതാണ്. പല പണ്ഡിതരെയും കണ്ട് സംസാരിച്ചതാണ്. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയ ശേഷം 25 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നുവരെ നിങ്ങൾ നോക്കിക്കോ, പാമ്പ്ലാനി പിതാവോ ഇത് മറ്റേതെങ്കിലും പണ്ഡിതന്മാരോ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് ഇത്തരം നടപടികൾ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞില്ല. അത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ചെന്നായ്ക്കൾ വരുന്നത് അറിഞ്ഞിട്ടും മൗനം പാലിച്ച ഇടയൻ ആട്ടിൻകൂട്ടത്തോട് വിശ്വസ്തത പുലർത്തുന്നില്ല, കൂലിക്കാരനാണ്. കൂലി തരുന്ന ഉടമയോട് പോലും വിശ്വസ്തത കാണിക്കാത്ത ക്രൂരരാണെന്ന് പറയേണ്ടി വരും. സങ്കടമുണ്ട് പറയേണ്ടി വരുന്നതിൽ. യേശുവിനെക്കുറിച്ചുള്ള പ്രവചന സൂചനയാണ് പ്രജാപതിയെക്കുറിച്ച് പറയുന്നതെന്നും ഒക്കെ പല ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് അല്പം കൂടി സ്വീകാര്യമാക്കുന്നതിന് അതിനകത്തുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഇണകളുള്ള എല്ലാ ജീവികളെയും മനുഷ്യനെ തന്നെയും സൃഷ്ടിച്ചത് പ്രജാപതിയാണെന്നും പറയുന്നുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്ത് പേജ് 57 അത് പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രജാപതി നമുക്ക് സ്വീകാര്യനാണോ എന്ന് അറിയാൻ നിങ്ങൾ പരിശോധിക്കേണ്ടത് പേജ് 55 ആ പേജ് 55 ഈ പറഞ്ഞ പ്രജാപതിയുടെ വികൃതികളും വഷളത്തരങ്ങളും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം വെറും കഥയാണ്, കാര്യമൊന്നുമില്ല എന്നതൊരു വശം. എങ്കിലും അത് പരിഗണിക്കുമ്പോൾ വൃത്തികേടുകളും വഷളത്തരങ്ങളും മാത്രം കാണിച്ചതായി പറയപ്പെടുന്ന ആ കഥാപാത്രത്തെ അത് യേശു ആയിരുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വികലമായും വൃത്തികേടായുമാണ് യേശുവിനെ ഓരോരുത്തരുടെ മനസ്സിൽ കുടിയിരുത്തുന്നത് എന്ന് ചിന്തിക്കണം. മൃഡാനന്ദ സ്വാമി എഴുതിയ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ 55 പേജിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അങ്ങ് പുറകിലിരിക്കുന്നവർ കാണുന്നുണ്ടോ? ആ പ്രജാപതിക്ക് തീരെ സന്തോഷം തോന്നിയില്ല. അതിനാൽ ഇന്നും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുവന് സന്തോഷം തോന്നുന്നില്ല. അവൻ രണ്ടാമതൊന്ന് കൂട്ടിന് ഒരു സ്ത്രീ വേണമെന്ന് ആഗ്രഹിച്ചു. അവൻ ഗാഢമായി ആലിംഗനം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ പരിമാണത്തോടു കൂടിയവനായി തീർന്നു. അങ്ങനെ വലുതായിത്തീർന്ന ശരീരത്തെ അവൻ രണ്ടായി ഭാഗിച്ചു. അത് പതിയും പത്നിയുമായി തീർന്നു. താഴെ അവളോട് പ്രജാപതി സംഗമിച്ചു, അതിൽ നിന്ന് മനുഷ്യന്മാർ ഉണ്ടായി. ഒറ്റയ്ക്കായിരുന്നു അടുത്ത പ്രജാപതി എന്ന പുരുഷന് ഒരു കൂട്ടിന് വേണ്ടി സ്വയം വളർന്നു വലുതായി വീർത്തിട്ട് അത് പിന്നെ വിഭജിച്ച് സ്ത്രീയും പുരുഷനുമായി മാറുന്നു, ശതരൂപയും മനുവുമായി മാറുന്നു. അതായത് പ്രജാപതി പുരുഷനായിരിക്കെ രണ്ടായി വിഭജിക്കപ്പെട്ട് സ്ത്രീയും പുരുഷനുമായപ്പോൾ ആ പുരുഷഭാവമുള്ള മനു എന്നാൾ പ്രജാപതി തന്നെയാണല്ലോ. അപ്പോൾ പ്രജാപതി തന്നെ സൃഷ്ടിച്ച സ്ത്രീയാണല്ലോ ശതരൂപ. അപ്പോൾ പ്രജാപതിയുടെ മകളെന്ന് ചിന്തിക്കാമല്ലോ. പിതാവിൻ്റെ സ്ഥാനത്തുള്ള ഇയാൾ മകളുടെ സ്ഥാനത്തുള്ള ആളുമായി സംഗമിച്ച് ശല്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഈ മകൾ തന്നെ ചോദിക്കുന്നുണ്ട്. 56 പേജും കഴിഞ്ഞ് 57 പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഈ മകൾ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇവൾ ശല്യം കാരണം ഇവൾ മറഞ്ഞു പോവുകയും പശുവായി രൂപം മാറുകയും ചെയ്തു. അപ്പോൾ ഈ പ്രജാപതി കാളയായി വരികയും ഇവൾ പെൺകുതിരയായി രൂപം പ്രാപിച്ചപ്പോൾ ആൺകുതിരയായി വന്ന് സംഗമിക്കുകയും ഇവൾ പെൺകഴുതയായി രൂപമെടുത്തപ്പോൾ ആൺകഴുതയായി വന്ന് സംഗമിക്കുകയും ഇങ്ങനെ കോലാടായും പെരമരിയാടായും ഒക്കെ ഏതൊക്കെ ജീവികളുടെ രൂപത്തിൽ വന്നോ അവിടെയൊക്കെ ആണുരൂപമായി ചെന്ന് ഇവളെ പ്രാപിക്കുന്ന ഒരു കാമവെറിയൻ കാമപ്രാന്തനാണ് ആ കഥയിൽ. അത് നോക്കിക്കേ സ്ക്രീൻ. ഈ ശതരൂപ ആലോചിച്ചു, എന്നെ തന്നിൽ നിന്ന് തന്നെ ജനിപ്പിച്ചിട്ട് പിതൃതുല്യനായ മനു എന്താണ് ഇങ്ങനെ സംഗമിക്കുന്നത്? ഇപ്പോൾ ഞാൻ മറഞ്ഞു കളയാം.
ഇങ്ങനെ ആലോചിച്ചിട്ട് അവൾ പശുവായിത്തീർന്നു. അപ്പോൾ മനു കാളയായിത്തീർന്ന് അവളോട് സംഗമിച്ചു. അതിൽ നിന്ന് ഗോക്കൾ ഉണ്ടായി. പിന്നെ അവൾ പെൺകുതിരയായി, മനു ആൺകുതിരയായി. അവൾ പെൺകഴുതയായി, മനു ആൺകുതിരയായി അവളോട് സംഗമിക്കുക തന്നെ ചെയ്തു. അതിൽ നിന്ന് ഒറ്റക്കുളമ്പുള്ളവ കുതിര, കോവർ കഴുത, കഴുത ഉണ്ടായി. പിന്നെ അവൾ പെൺകോലാടായി, മനു ആൺകോലാടായി. അവൾ ചെമ്മരിയാടായി, മനു ആൺ ചെമ്മരിയാടായി അവളോട് സംഗമിക്കുക തന്നെ ചെയ്തു. അതിൽ നിന്ന് കോലാടുകളും ചെമ്മരിയാടുകളും ഉണ്ടായി. ഇങ്ങനെ ലോകത്തിൽ ഉറുമ്പുകൾ വരെ എന്തെല്ലാം ഇണകളുണ്ടോ അവയെല്ലാം സൃഷ്ടിച്ചു. ഇത്തരത്തിൽ വഷളൻ പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രത്തെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂചനയാണെന്നും ക്രിസ്തുവാണെന്നും ചൂണ്ടിക്കാട്ടി അവതരിപ്പിക്കുന്നത് എത്ര അപഹാസ്യമാണ്. ക്രിസ്തുവിനെ അപഹസിക്കലല്ലേ? ക്രിസ്തുവിനെ സ്തുതിക്കുന്ന വേദിയിൽ തന്നെ ക്രിസ്തുവിനെ അപഹസിക്കാനുള്ള ആളെയും എത്തിച്ചത് ചില ഹൈന്ദവ ദുഷ്ടാരൂപ ശക്തികളുടെ ചാരപ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ എത്ര വിവേകപൂർവ്വം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇത്. ഇങ്ങനെ പശ്ചാത്തലമൊന്നും പഠിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരു മതഗ്രന്ഥത്തെ ഒരിക്കലും കൂട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവ വിശ്വാസ വിശുദ്ധ ഗ്രന്ഥവും തന്നെ അതിശ്രേഷ്ഠമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം സമീപസ്ഥമായിരിക്കുന്ന മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്നത് നാം വായിക്കുന്നതല്ലേ. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ജനതയുടെ ശ്രേഷ്ഠമായ ഗ്രന്ഥമുള്ളപ്പോൾ എന്തിന് ഈ വേലിയിലിരുന്ന വയ്യാവേലിയൊക്കെ എടുത്ത് വേണ്ടാത്തടത്ത് വെക്കുന്നു? അപ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നുമായിരിക്കും, മറ്റേ എത്രയോ മതങ്ങളിൽ പ്രശസ്തമായ ആരാധനാലയങ്ങൾ ആൾ കൂടുന്നത് കാണുന്നില്ലേ, അവിടെയൊന്നും ദൈവം സമീപസ്ഥനല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആൾ കൂടുമെന്നൊക്കെ. ദൈവം സമീപസ്ഥമായിരിക്കുന്ന മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ സത്യദൈവം സമീപസ്ഥമായിരിക്കുന്ന ഏത് ജനതയാണുള്ളതെന്ന് ചോദിക്കുന്നത്. നിരവധി ദേവന്മാരും ദൈവസങ്കല്പങ്ങളും ഭൂമിയിലുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി അരൂപി ശക്തികളുണ്ട്. സൗഖ്യം നൽകുകയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ചില ശക്തികളുണ്ട്. സത്യദൈവം സമീപസ്ഥമായിരിക്കുന്ന മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്നാണ് ആ ചോദ്യം. മനസ്സിലായല്ലോ? താങ്കളെയൊക്കെ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണണം എന്ന് വചനമുള്ളതിനാൽ മറ്റ് മതങ്ങളെ നമ്മളെയൊക്കെ ശ്രേഷ്ഠ മതമായി കാണണമെന്നും മറ്റു മതത്തിലെ പുരോഹിതരെ നമ്മുടെ പുരോഹിതരെക്കാൾ ശ്രേഷ്ഠരായി കാണണമെന്നുമാണോ? അല്ല. അവിടെ ആ വചനം ഉദ്ദേശിച്ചത് പേഴ്സണലല്ല. വിശ്വാസ ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കേണ്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. കൂടെയുള്ള മറ്റ് വിശ്വാസികളെ ബഹുമാനിക്കണമെന്നും പരസ്പരം ശ്രേഷ്ഠരായി കാണണമെന്നുമാണ്. അതിനെ മതപരമായ ശ്രേഷ്ഠതയാണ് കാണുന്നതെങ്കിൽ എന്തിനീ മതത്തിൽ നിൽക്കണം? ശ്രേഷ്ഠമായി നിങ്ങൾ കരുതുന്ന മതത്തിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ? വിശ്വാസ തീക്ഷ്ണതയിൽ മുന്നേറിയ കുതിച്ചുപായുന്നൊരു തീവണ്ടിയാണ് നമ്മുടെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് എങ്കിൽ അതിൻ്റെ എഞ്ചിനായി പ്രവർത്തിച്ച ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെ കടന്നുകൂടി ഹൈന്ദവ ദിശകളിലേക്കും ഇസ്ലാം ദിശകളിലേക്കും വണ്ടി വഴിതിരിച്ചു വിടാനുള്ള ദുഷ്ടശക്തികളുള്ള പദ്ധതികൾ വിജയിച്ചു. അതുകൊണ്ട് അതൊന്നും നിയന്ത്രിക്കാനോ മേൽനോട്ടം വഹിക്കാനോ ശ്രദ്ധിക്കാനോ അടങ്കടങ്ങളുടെ നാശത്തിൽ സങ്കടപ്പെടാനോ ഇവിടെ ഒരു ഇടയനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്, സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനിത് വിമർശിക്കേണ്ടി വരുന്നു. പണ്ഡിതരെയും വിമർശിച്ചുകൊണ്ട് അവതരിപ്പിച്ചവരെ പോട്ടെ. ഇതൊക്കെ അവതരിപ്പിച്ച ഇസ്ലാം വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആനെക്കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാം. വേദങ്ങൾ ഉപനിഷത്തുകൾ പഠിപ്പിച്ച് പ്രജാപതിയെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയോടൊക്കെ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ പണ്ഡിതരായ പുരോഹിതരുടെയും ചില ബിഷപ്പുമാരുടെയും കുറ്റകരമായ അനാസ്ഥ അവഗണിക്കാവുന്നതാണോ? കാമകേളികളിലൂടെ സന്താനങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രം അറിയാവുന്ന വിവരദോഷികൾ കാമപ്രാന്തിലൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന വിവരദോഷം വിളമ്പാൻ പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി അവിടെ എത്തിക്കാൻ പരിശുദ്ധ ബലിവേദി തന്നെ ഉപയോഗിച്ചത് എത്രയോ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയായിപ്പോയി. ഹൈന്ദവ വേദങ്ങളിലേക്ക് ഉപനിഷത്തുകളിലേക്ക് നയിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതേ തുടർന്ന് ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നവർ ഈ ഉപനിഷത്തുകളും വേദങ്ങളുമൊക്കെ വായിക്കുകയും ചെയ്തത് വഴി അഭിഷേകം നഷ്ടപ്പെട്ടതുമായ ചരിത്രം ഒത്തിരിയേറെ പറയപ്പെട്ടിട്ടുണ്ട്. 25,000-ഓളം 35,000-ഓളം പേരൊക്കെ പങ്കെടുത്ത തോമസ് പോളിൻ്റെ വളർച്ചാ ധ്യാനത്തിൽ സുഭദ്ര ചാക്യാർ ഉൾപ്പെടെ നിരവധി പേർ അനുഭവസാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടതും ആരോട് ക്ഷമിക്കാൻ കഴിയാത്ത കരിങ്കല്ല് പോലെ ഹൃദയമായതും വചനങ്ങൾ വായിക്കുമ്പോഴോ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴോ ഒന്നും ഒരു അഭിഷേക അനുഭവം ഇല്ലാതായിട്ട് മാസങ്ങളായി വിഷമിക്കുകയായിരുന്നു. പലയിടത്തും കൗൺസിലിങ്ങിന് പോയിട്ടും യാതൊരു ഫലമില്ലാതെ വിഷമിക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ വഴി വരുന്ന ക്ഷുദ്ര ശക്തികളെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടപ്പോഴാണ് തനിക്ക് ഈ ബോധമുണ്ടായതും ആ പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞതും എന്ന് പറഞ്ഞു. ആ പുസ്തകങ്ങൾ കത്തിച്ച ശേഷം പിറ്റേന്ന് അതൊക്കെ വായിച്ച കാര്യം കുമ്പസാരിക്കുകയും ചെയ്തതോടെ തനിക്ക് അഭിഷേകം പഴയപടി പുനഃസ്ഥാപിച്ച് കിട്ടിയെന്നാണ് വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞത്. ഒരു വേദിയിൽ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് പോലും പ്രധാന വേദിയിലെ പ്രജാപതി ക്ലാസ് തകൃതയായി നടന്നുകൊണ്ടിരുന്നു. നിസ്സാര കാര്യമാണോ ഇത്? കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ കത്തോലിക്ക മെത്രാന്മാരെയും സഭയുടെ പണ്ഡിതന്മാരെയും ഒക്കെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞാൻ അവരുടെ കുറ്റകരമായ അനാസ്ഥ ചൂണ്ടിക്കാട്ടി എതിർക്കേണ്ടി വരിക എന്നുള്ളത് വളരെ ദുരവസ്ഥയാണ്. സഭാവിരുദ്ധനായും സഭാവിരോധിയായും മുദ്രയടിക്കപ്പെടുന്നു. പക്ഷേ ഞാൻ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രബോധനങ്ങൾ കൊടുക്കുന്ന ആളാണെന്നുള്ളത് അറിയാവുന്നവരോട് മാത്രം ഞാനത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന പലരും
പല അഭിപ്രായങ്ങൾ പറയാനും ആത്മീയ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കോൾ എടുക്കാൻ പറ്റുന്നില്ല. കമൻറ്റ് രേഖപ്പെടുത്തുവാൻ അറിയാത്തവരോ പലവിധ കാരണങ്ങളാൽ അതിന് പറ്റാത്തവരോ ഉണ്ട്. ഇതിനൊക്കെ പരിഹാരമായി നാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആത്മീയ വിഷയങ്ങൾ സംവദിക്കാൻ എളുപ്പമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.